ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കോഴിക്കോട് നഗരത്തിലാണ്. നഗരഹൃദയത്തിൽ നിന്നും പ്രമുഖ വ്യവസായിയായ ആട്ടുകാരൻ മുഹമ്മദ് എന്ന മാമിയെ കാണാതായിട്ട് 1 വർഷം പിന്നിടുന്നു. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും ഒരു തുമ്പ് പോലും ഇനി ലഭ്യമല്ല. കുടുംബമടക്കമുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ മാമിയുടെ മകൾ നമ്മോടൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ഓഗസ്റ്റ് 21, 2023 ഉപ്പ മിസ്സിംഗ് ആയത്. ഉപ്പ CD ടവറിലാണ്. ഉപ്പയുടെ അരിയടുത്തപാലം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉപ്പയുടെ ഓഫീസ് വരുന്നത്. അവിടുന്ന് ഓഫീസിൻ്റെ താഴെ തന്നെ പള്ളിയുണ്ട്. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞ ഒരു 7 മണിയോടെയാണ് അവിടുന്ന് ഇറങ്ങിയത്. അവസാനമായിട്ട് അവിടുത്തെ പള്ളിയിലുള്ള ഇമാമ് കണ്ടിരുന്നു പറഞ്ഞിരുന്നു. ഉപ്പ അവിടുന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിൽ ബേബി ഹോസ്പിറ്റലാണ്, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് പെട്രോൾ പമ്പാണ്. ഈ 2 സൈഡിലാണെങ്കിലും CCTVസും AI ക്യാമറ അത്രയും അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലവുമാണ്. അപ്പം ഇത്രയും ഈ ഒരു നഗരത്തിൽ വെച്ചിട്ട് മിസ്സായിട്ടും നമുക്ക് ഇന്നേ വരെ ഒരു വിഷ്വൽസും ഉപ്പനെ പറ്റിയിട്ടുള്ള ഒരു വിവരങ്ങളും ഒന്നും ഇതുവരെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ബിലീവബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അത് പോലീസിന് കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് ഒരു ക്യാമറയിലും ഉപ്പ പതിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം നമുക്ക് അറിയില്ല ഉപ്പ എവിടെ പോയിന്ന്. ഇന്നത്തേക്ക് 1 കൊല്ലം കംപ്ലീറ്റ് ആവാണ്. നമ്മൾ പല തരത്തിലുള്ള സമര കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഉപ്പ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. പോലീസ് നമുക്കൊരു ക്ലാരിഫിക്കേഷനും തന്നിട്ടില്ല. അവർ ഇനിയും ടൈം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് ഹയറായിട്ട് കേസ് മുന്നോട്ടേക്ക് പോകണം. അപ്പം നമ്മളെ സൈഡിൽ നിന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ സമരങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് അത്രയും മീഡിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും നാട്ടുകാരും കംപ്ലീറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടീവായിരിക്കും. അപ്പം ഇത് മാക്സിമം നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് ഇതൊരു സെൻസേഷനായിട്ട് എടുത്തിട്ട് എൻ്റെ ഉപ്പയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് നമുക്ക് വേണം. ഈ അന്വേഷണം എവിടെ വരെയാണ് എത്തിയത്? അന്ന് അദ്ദേഹത്തിന്റെ വാഹനം എവിടെ നിന്നാണ് ലഭിച്ചത്? അദ്ദേഹത്തിന്റെ മറ്റു ചില ബിലോങ്ങിങ്സ് ലഭിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് ലഭിച്ചത്? അന്വേഷണം എവിടെ വരെയാണ് പോയത്? ഉപ്പയുടെ ടവർ നമ്പർ ലാസ്റ്റ് ആയിട്ട് ഇവിടെ ടവർ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ തലക്കുളത്തൂർ ഭാഗത്ത് വെച്ചിട്ടാണെന്ന് പറഞ്ഞിരുന്നു. ഉപ്പ എങ്ങനെയാണ് പോയത്, അങ്ങോട്ടേക്ക് പോയതെന്ന് അറിയില്ല. ഓഫീസിൽ നിന്ന് നടന്നിട്ടായിരിക്കും പോയത്. കാരണം വണ്ടികളൊന്നും എടുത്തിട്ടില്ല. ഉപ്പൻ്റെ കാറ് ഒക്കെ ഓഫീസിൽ തന്നെ ആയിരുന്നു. വണ്ടികളും പേഴ്സും കാര്യങ്ങളൊന്നും ഉപ്പ എടുക്കാണ്ടാണ് പോയത്. എന്താണ് പോലീസ് ലാസ്റ്റ് പറഞ്ഞത്? എന്താണ് എവിടെയാണ് അവസാനമായിട്ട് ലൊക്കേറ്റ് ചെയ്ത സ്ഥലം തലക്കുളത്തൂരാണ്. പക്ഷെ അതിന്റെ ശേഷം അത് പോലീസ് ആദ്യം ഉപ്പ് മിസ്സായ ആ വീക്കിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അന്ന് മുതൽ ഇതുവരെ ആയിട്ട് നമുക്ക് യാതൊരു അപ്ഡേറ്റ്സും അവര് പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ ആരെങ്കിലും റൈവൽസ് അങ്ങനെ എനിമീസ് അങ്ങനെ എന്തെങ്കിലും? ഉപ്പ റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊന്നും വീട്ടിൽ ഷെയർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. നമ്മളെ അറിവിലില്ല എന്നാണ്. ഇതിപ്പം ഈ അന്വേഷണം ആദ്യഘട്ടത്തിൽ തുടങ്ങി, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പോലീസ് വിവരം തന്നിരുന്നോ? ഏത് ഘട്ടത്തിലായിരുന്നു? നമുക്ക് സ്റ്റാർട്ടിങ് നമ്മൾ ആദ്യത്തെ 1 മാസം 2 മാസം 3 മാസം ഡെയിലി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം അവരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ നല്ലോണം വർക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല. അവരും ഹെൽപ്ലെസ് ആണെന്നുള്ള രീതിയിലാണ് അവർ അന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നൊരു സാർ ഉണ്ടായിരുന്നു, ജിജോ സാറ്. ആ CI പറഞ്ഞത് പോലീസിൻ്റെ ഒരു ഗോൾഡൻ ഹവേഴ്സ് മിസ്സായി. കാരണം ആ ടൈമിൽ അവർ എഫിഷ്യൻ്റായിട്ട് CCTVയും കാര്യങ്ങളൊന്നും നോക്കിയില്ല. അതായിരുന്നു ഗോൾഡൻ ഹവർ. അപ്പം അത് മിസ്സായിപ്പോയി. അത് അവരുടെ സൈഡിൽ നിന്ന് പറ്റിയൊരു വലിയ ഫോൾട്ട് തന്നെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ ഭാര്യ നമുക്കൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ആ അവസാന ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു? ആ പുറപ്പെട്ട ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒന്നുമില്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ലപോലെ തന്നെ പോയി. അല്ല, എങ്ങോട്ട് പോവാന്ന് വല്ലതും പറഞ്ഞു? അങ്ങനെ അതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളിത് അന്വേഷണമായി ചെന്നപ്പോൾ എന്താണ് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്? കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 21 മാമി CD ടവറിൻ്റെ അടുത്തുനിന്ന് കാണാതാവുന്നത്, മഗ്‌രിബിൻ്റെ സമയത്ത്. അപ്പോൾ അന്ന് മുതൽ ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപായം പറ്റിയതാണെന്നൊന്നും അറിയില്ല. എന്നാലും പല ആവശ്യങ്ങൾക്കും നമ്മൾ വിളിക്കല്ലോ. അപ്പം ഫോൺ സ്വിച്ച് ഓഫാണ്.
പിന്നെ 22-ാം തീയതി ഓഗസ്റ്റ് 22-ാം തീയതിയും വൈകുന്നേരം വരെ രാത്രിയിൽ വരെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാമിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഞങ്ങൾ കുടുംബം വിളിച്ചാൽ ഒരിക്കലും മാമി ഫോൺ എടുക്കാതിരിക്കരുതില്ല. അപ്പം നമ്മൾ 2023 ഓഗസ്റ്റ് 22-ന് രാത്രിയിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഭാര്യ റംലത്താണ് കേസ് ഫയൽ ചെയ്യുന്നത്. അന്ന് മുതൽ ഈ 2024 ഓഗസ്റ്റ് 21 ഇന്നലെ പൂർത്തിയായപ്പോൾ ഈ ഒരു വർഷവും ഞങ്ങൾ കുടുംബം പോലീസും ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിമാരും നിയമസഭയും ഹൈക്കോടതിയും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങുകയാണ്. ഇന്ന് വരെ ഞങ്ങൾ ഒരു കൊല്ലമായിട്ടും ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് അല്ലാതെ ഇതുവരെ ഒരു അപ്ഡേറ്റ്സും നമുക്ക് കിട്ടിയിട്ടില്ല. അന്ന് പറഞ്ഞത് 2023 ഓഗസ്റ്റ് 22-ന് തലക്കുളത്തൂർ ഫോണിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നാണ് പറഞ്ഞത്. ആ അപ്ഡേറ്റ് അല്ലാതെ ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, എന്താണ് മാമിക്ക് സംഭവിച്ചത്, മാമി ജീവനോടെ ഉണ്ടോ ഇല്ലയോ, മാമിക്ക് എന്തപായമാണ് പറ്റിയത്, എവിടെയാണ് ഉള്ളത്, ഫോൺ ലൊക്കേഷൻ പിന്നെ എവിടെ എന്നുള്ള ഒരു ഡീറ്റെയിലും നമുക്ക് കിട്ടിയിട്ടില്ല. അത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയധികം ക്യാമറയും AI ക്യാമറയും ടവർ ഡംപും ഒരുപാട് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഈ യുഗത്തിൽ ഒരു മനുഷ്യൻ ഒരു കൊല്ലമായിട്ടും ആ മനുഷ്യനെ പറ്റിയിട്ട് ഒരു വിവരവും കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാമിയുടെ ഡ്രൈവറുമായി ബന്ധപ്പെട്ടൊക്കെ ചില സംശയങ്ങൾ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് മാമിയുടെ ഡ്രൈവർ സംശയമല്ല, അത് ഞങ്ങൾ കുടുംബ സുഹൃത്തായിരുന്നു. പിന്നീട് പോലീസ് പറയുന്ന ഡ്രൈവറെ പറ്റി സംശയങ്ങളുണ്ടെന്ന് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് അയാളെ പറ്റി സംശയങ്ങളൊന്നും അതില്ലായിരുന്നു. പോലീസാന്ന് പറയുന്നത് പോലീസുകാരാ പറയുന്നത് ആ 22-ാം തീയതി ഡ്രൈവറെ ഫോണും ഈ ലൊക്കേഷനും ഒരേ സ്ഥലത്താണുള്ളത്. മാമീന്റെ ലൊക്കേഷനും ഡ്രൈവർ ലൊക്കേഷനും ഒരേ സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്നാണ് പോലീസുകാർ പറയുന്നത്. ആ ഒരു വിശ്വാസം മാത്രമേ ഇത് മാത്രമേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. അതിന്റെ പിന്നീടുള്ള ഒരു അന്വേഷണ പുരോഗതികളും ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ വേറൊരു പുരോഗതിയും അതിൽ വന്നിട്ടില്ല. വേറെ ഉണ്ടെങ്കിൽ കൂടി ആ ഒരു ഡ്രൈവർക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമില്ല. അവർക്ക് പിന്നിൽ ആരോ ഉണ്ട്, ഡ്രൈവറെ പിന്നിൽ വേറെ ആരോ ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഇതുവരെ പോയിട്ടില്ല എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അവസാനം പോലീസിന്റെ ഭാഗത്തൊന്നും അന്വേഷണം നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഈ തലക്കുളത്തോടുന്ന റേഞ്ചാണ്. ആ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ മാത്രമേ ഇതുവരെ നടന്നുള്ളൂ. അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇതിന്റെ അന്വേഷണ വഴിത്തിരിവുകൾ മുഴുവൻ ഞങ്ങൾ അറിയുന്നില്ല. അതായത് കുടുംബത്തിന് ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യം അറിയിച്ചിട്ടില്ല. പുറത്തുള്ള ആൾക്കാരാണ് അന്വേഷണ പുരോഗതികൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നല്ല ഞങ്ങൾ അന്വേഷണം വരുന്നത്, റിസൾട്ടുകൾ വരുന്നത് പുറത്തുനിന്നാണ്. പോലീസ് അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, പോലീസ് ഇവിടെ അന്വേഷിക്കുന്നുണ്ട്, പോലീസ് ആ ഭാഗത്ത് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഈ മാമിക്ക് അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളോ ഇല്ല. കുടുംബത്തിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല, കടങ്ങളോ മറ്റു ബാധ്യതകളോ ഇല്ല. അങ്ങനത്തെ ബാധ്യതകളും കടങ്ങളൊന്നുമില്ല. പക്ഷെ മാമിക്ക് കിട്ടുന്ന കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നതിനുള്ള, എവിടെ നിന്നാണ് വരുമാനം വരുന്നതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ആ ഒരു സമയം വന്നിട്ടില്ലല്ലോ. ഈ വൻകിട കമ്പനികളുടെ ഒക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നത് നഗരത്തിൽ ചെയ്തിരുന്നത് മാമിയാണെന്ന് ഞങ്ങൾ ഈ ബിസിനസ് കാര്യങ്ങളെ പറ്റി കൂടുതൽ ഞങ്ങൾക്ക് അറിയില്ല. മാമിയായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ബിസിനസിന്റെ ഒരു കാര്യങ്ങൾ സ്വകാര്യകളും ഉപരി മറ്റാരുമായിട്ട് ഷെയർ ചെയ്യുന്ന പരിപാടി ഇല്ല. കുടുംബമായിട്ടോ ഫ്രണ്ട്സായിട്ടോ ആരുമായിട്ട് ഷെയർ ചെയ്യാറില്ലായിരുന്നു. ഒരുപാടുമായി അടുത്ത ബന്ധങ്ങൾ തീർച്ചയായിട്ടും 100% കോഴിക്കോട് സിറ്റിയിലുള്ള മുഴുവൻ ബിസിനസ്സുകാർ, അത്ര വലിയ ബിസിനസ്സുകാരൊക്കെ ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടി ആൾക്കാരായിട്ടും ലീഡേഴ്സായിട്ടും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച ആളാണ്. അതൊന്നും ഇതിനൊരു ഉപകാരപ്രദമായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. മാമിയുടെ ബന്ധങ്ങൾ, മാമിയുടെ മിസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരം വന്നിട്ടില്ല. കാര്യത്തിൽ ഒരു ഇതും വന്നിട്ടില്ല. ഈ ആള് ജീവിച്ചിരിക്കാനുള്ള സാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളോ പോലീസ് പറയുന്നത് ജീവിച്ചിരിപ്പില്ല എന്നാണ് അവർ പറയുന്നത്. അതും മാമീന്റെ ഫ്രണ്ട് പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. മാമി ജീവിച്ചിരിപ്പില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അങ്ങനത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. മാമി ജീവിച്ചിരിപ്പുള്ളപ്പോൾ മാമി കോഴിക്കോട് സിറ്റിയിലുള്ളപ്പം എല്ലാവർക്കും ആവശ്യമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഫാമിലിക്ക് ഒരു ഫോൺ ചെയ്താൽ കൂടി കിട്ടാൻ സമയമല്ല മുപ്പര. ആ ആള് മിസ്സായി കഴിഞ്ഞ ശേഷം ആ ഒരു ഫ്രണ്ട്സിൽ നിന്നോ അങ്ങനത്തെ ഒരു ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത്രയും ബന്ധങ്ങൾ ഉണ്ടായിട്ട് ഈ മാമിക്ക് ഇതാണോ അവസ്ഥ എങ്കിൽ എന്താണ് സ്ഥിതി? ഇത്രയും ബന്ധങ്ങൾ മൂപ്പര് കോഴിക്കോട് അങ്ങാടി കാത്തു സൂക്ഷിക്കും. ബന്ധം കോഴിക്കോട് എന്നല്ല, പുറത്തും എല്ലടി, ഗൾഫിലായാലോ എല്ലടെ ഉണ്ട്. അത്രയും ബന്ധങ്ങൾ മാമിക്കുണ്ട്.
ആ ഒരു ബന്ധങ്ങളൊന്നും ഇതിന് ഞങ്ങൾക്ക് യൂസ് ആയിട്ടില്ല എന്നുള്ളതാണ്. മാമിയുടെ മാനേജറും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ സോമൻ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചത് അവസാന ദിവസങ്ങളിൽ? നഷ്ടപ്പെട്ട ഈ ആളെ കാണാതായി എന്താ സംഭവിച്ചത് താങ്കൾക്ക് ഓർമ്മയുണ്ട്? 2 പ്രാവശ്യം പോലീസ് എന്റെ മൊഴിയെടുത്തു. ഞാൻ അറിയാവുന്ന ബിസിനസ് കാര്യങ്ങളും എനിക്കറിയാവുന്ന സംഗതികൾക്ക് പോലീസിനോട് വളരെ സത്യസന്ധമായി പുറത്തു. എന്നിട്ടും യാതൊരു ഇതുമില്ല. രണ്ടാമത്തെ സ്ക്വാഡ് മൊഴിയെടുത്തപ്പോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഓം മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് അന്നുണ്ടായത്. അപ്പോൾ അവരിതിലെന്തെങ്കിലും ഒരു തീർപ്പുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ അതും ഉണ്ടായില്ല. അതൊക്കെയുള്ള ഒരു മാനസിക വിഷമത്തിലാണ് ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബം ആ മാനസിക വിഷമം. കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒട്ടേറെ സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് മാമി. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പ്രയാസങ്ങളുള്ള ആളുകൾക്കും ഒരു ദിവസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും എന്നെ വിളിക്കാത്ത, എവിടെ പോയാലും കേരളത്തിനകത്ത് പോയാലും പുറത്തു പോയാലും എന്നെ 1-2 പ്രാവശ്യം വിളിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഈ കാണാതെയാവുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് പോലും അദ്ദേഹം എന്നെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സമയത്തൊന്നും അദ്ദേഹത്തിന് മുഖത്ത് യാതൊരുവിധ വിഷമങ്ങളോ കാര്യമൊന്നുമില്ല. അദ്ദേഹം ചില പേഴ്സണൽ കാര്യങ്ങളൊഴികെ ബാക്കി വിശ്വസിക്കുന്ന ഒരുവിധ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷെ ബിസിനസ് സംബന്ധമായ അദ്ദേഹത്തിന് എതിരാളികളുള്ളതായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടില്ല. എതിരാളികളെപ്പോലും സുഹൃത്തുക്കളാക്കുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹത്തിന്. കാരണം നമ്മളിപ്പോൾ അദ്ദേഹം ആർക്കെങ്കിലും ചിലർ പൈസ കൊടുക്കാണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് ചോദിച്ചാൽ മാമിയെ കണ്ടാൽ പിന്നെ അയാൾ ഒന്നും മിണ്ടില്ല. അത്രയും നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ആട്ടൂർ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ അന്വേഷണം നടക്കണം, അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ വിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ CBI പോലുള്ള ഏജൻസികൾ വിട്ടാൽ ഒരുപക്ഷെ തുമ്പ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ലോക്കൽ പോലീസ് തന്നെ അന്വേഷിച്ചാൽ കിട്ടാവുന്ന ഒരു കേസായിരുന്നു ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സാധാരണ ഒരു വ്യക്തിയെ കാണാതായി വളരെ പെട്ടെന്ന് തന്നെ അവരെ കുടുംബം പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ അത്തരം സമയങ്ങളിൽ കേരളത്തിന്റെ അതിർത്തി വിട്ടു പോകാതിരിക്കാനുള്ള സംവിധാനം പോലീസിന് ചെയ്യാമായിരുന്നു എന്നാണ് ശരി. കാരണം ജില്ലാ അതിർത്തികൾ അടയ്ക്കുക, ചെക്ക് പോസ്റ്റുകൾ അടയ്ക്കുക, അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാ പോലീസുകളിലേക്കും പാസ് ചെയ്യിക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ കേട്ടത്. അത്തരം സാഹചര്യത്തിൽ മാമിയുടെ തീരുമാനത്തിൽ പോലീസിന്റെ ഭാഗത്ത് എന്താണ് ഇങ്ങനെ ഒരു നിസ്സംഗത എന്നാണ് നമുക്ക് സംശയം. അതുകൊണ്ട് ആ കേസ് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് മാമിയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാമിയുടെ തിരോധാനത്തിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി സമരത്തിലാണ്. സമരസമിതി ചെയർമാൻ നമുക്കൊപ്പമുണ്ട്. വളരെ നാളുകളായി നിങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ നിലപാട് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊരു വിവരം ലഭിക്കുന്നില്ല, അല്ലേ? ശരിക്കും ഈ മാമിയുടെ തിരോധാനം എന്ന് പറയുന്നത് മാമിയുടെ ബിസിനസിന്റെ ഈ വ്യാപാര പകയുടെ പേരിലാണ് തട്ടിക്കൊണ്ടുപോയതെന്നുള്ളത് ഈ മാമിയെ കാണാതായതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബം ഉന്നയിച്ചൊരു കാര്യമായിരുന്നു. അന്നൊന്നും പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നത് തെറ്റിദ്ധരിപ്പിച്ച കുടുംബത്തിനാണ്. അത് ഞങ്ങൾ ശരിയായ രീതിയിലാണ് അന്വേഷണം നടത്തുന്നത് പോലീസ് കുടുംബത്തോട് പറഞ്ഞു. അതിനൊക്കെ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ആക്ഷൻ കമ്മിറ്റി രൂപപ്പെട്ടത്. ഞാൻ ആക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. അപ്പോൾ നമ്മൾ ഈ ആക്ഷൻ കമ്മിറ്റി രംഗത്ത് വന്നവരാണ് ഈ സമരം ആയിട്ട് ഞങ്ങൾ ഈ തെരുവിലിറങ്ങിയത്. ഞങ്ങൾ ഇതിന്റെ ആദ്യപടിയായിട്ട് നാട്ടിലൊക്കെ പല സമര പരിപാടികൾ നടത്തി. അത് വലിയൊരു ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഒപ്പ് ശേഖരണമൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്. കാരണം ശരിയായ രീതിയിൽ ഇതിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കെല്ലാം ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷെ കുടുംബത്തിന് പോലീസ് പറഞ്ഞ് കുടുംബത്തിനോട് നിങ്ങൾ ഒന്നിനും പോകരുത്, നല്ല രീതിയിൽ അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഒരു ആക്ഷൻ കമ്മിറ്റിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തയ്യാറായില്ല. പിന്നീടാണ് ഇതിന്റെ ഈ ഒരു കേസന്വേഷണത്തിന് ശരിയായ രൂപത്തിൽ ഇത് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുടുംബവും ഈ ആക്ഷൻ കമ്മിറ്റിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമരത്തിറങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും കൂടി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും പരാതി കൊടുത്ത് അന്ന് ഞങ്ങൾ 9-ാം തീയതി പരാതി കൊടുത്തതിന് ശേഷം ഒരു 12-ാം തീയതി, അതായത് കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി നമുക്കൊരു പുതിയൊരു ഓർഡർ, അതായത് ലോ ആൻഡ് ഓർഡർ ADGP പുതിയൊരു ഉത്തരവിട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇത് നിയോഗിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ച് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ ശശിധരൻ സാർ വന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അതായത് ആക്ഷൻ കമ്മിറ്റിക്കുണ്ടായിരുന്നു, കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷെ ആ ശശിധരൻ സാറും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ACP സുരേഷ് സാർ ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ നേരത്തെ ഈ കേസ് അന്വേഷിച്ച ആളുകളാണ്. അവരുടെ കേസന്വേഷണ രീതി ശരിയായ മാർഗത്തിലല്ല പോകുന്നതെന്ന് അന്ന് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഉന്നയിച്ച കാര്യങ്ങളാണ്. ഞങ്ങൾ സമരത്തിലൊക്കെ പല സമരത്തിലും പറഞ്ഞ കാര്യങ്ങളാണ്. അതാണ് വീണ്ടും ഇപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ, അതായത് പഴയ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് ആണ് വിപുലീകരിച്ചെന്ന് പറയാൻ ആകെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിനെയും കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ACPനെ എത്തി മാത്രം. ബാക്കി ഉള്ള ആളുകളെല്ലാം തന്നെ 8 പേരും പഴയ ആളുകൾ തന്നെ.
ഇതിനിടയ്ക്ക് എന്താന്ന് പറഞ്ഞാൽ ലോക്സഭാ ഇലക്ഷൻ ഇടയ്ക്ക് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ CI മാറിയ സമയത്ത് നമ്മുടെ അന്നത്തെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണ സാറിന്റെ ടീം കേസ് അന്വേഷിച്ചു. അപ്പൊ കേസ് അന്വേഷിച്ചപ്പോൾ ഒരു പുരോഗതിയൊക്കെ കൈവരിക്കുന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഇപ്പം ഈ ടീം അന്വേഷിക്കുമ്പോൾ ഒരു പുരോഗതി കൈവരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവർ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണെന്ന് ഞങ്ങളെ വിശ്വാസം. ശശിധരൻ സാർ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിൽ വലിയൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ല. അതിനാണ് ഞങ്ങൾ വീണ്ടും പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DGPക്ക് അയച്ചിട്ടുണ്ട്. അതിന് മറുപടി വന്നിട്ടുണ്ട്. അത് പഠിക്കട്ടെ എന്നാണ് അവിടെ കിട്ടിയ മറുപടി. പലതരത്തിലുള്ള ആരോപണങ്ങൾ, ഈ പലതരത്തിലേക്കൊക്കെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോയില്ലേ? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയോടൊപ്പം പോയി എന്നതൊക്കെ, അങ്ങനെയുള്ള പല രീതിയിലേക്ക് വഴിതിരിഞ്ഞ് അന്വേഷണം പോയതും ആ സമയം നഷ്ടപ്പെടുത്തിയില്ല ആദ്യഘട്ടത്തിൽ. ഇത് സത്യത്തിൽ 21-ാം തീയതി മാമിയെ കാണാതായി, 22-ാം തീയതി പരാതി കൊടുത്തു. നേരത്തെ നമ്മുടെയൊക്കെ പ്രസംഗത്ത് പറഞ്ഞ പോലെ നേരത്തെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് കേസന്വേഷണത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയ ഒരു സമയം, ആ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഉത്തരവാദികൾ മാമി കുടുംബം അതല്ലെങ്കിൽ ഇതിന്റെ ആക്ഷൻ കമ്മിറ്റി ആളുകളല്ല, പോലീസ് തന്നെയാണ്. കാരണം പോലീസ് പറയുന്ന പല കാര്യങ്ങൾ ചില ഒരു കുട്ടിയുടെ പേര് കൊണ്ടുവന്നു, പോക്സോ കേസാണെന്ന് പറഞ്ഞു, പിന്നെ ബീച്ചിൽ ആളെ കണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഹൈദരാബാദ് നാൾ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ എത്ര കാലം ഈ കേസുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങൾക്കറിയില്ല, ആദ്യം തൊട്ടേ ഈ കേസ് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല. വെറുതെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ ഒരു പുകമറ ഉണ്ടാക്കാൻ ആദ്യം ശ്രമിച്ചു. ആ പുകമറ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ ആരാന്ന് കണ്ടെത്താൻ പോലും പോലീസിനായിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ സംശയം, അന്ന് ഈ കേസ് ഇവിടെ ഇത് ചെയ്ത സമയത്ത് പിന്നെ തന്നെ ഇതിൽ ഒരു ബാഹ്യശക്തികൾ ഇടപെടുന്നു. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. അതാരാണെന്ന് കണ്ടെത്താൻ പോലും പോലീസിനായിട്ടില്ല. അന്ന് തന്നെ ഇദ്ദേഹത്തെ 21-ാം തീയതി ഇദ്ദേഹം പിന്നെ കാണാതാവുന്ന അന്ന് രാവിലെ ഇദ്ദേഹം ബീച്ചിലെ ഒരു ബിൽഡിംഗിൽ ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗിൽ അവിടെ തന്നെ അപരിചിതരായ 4 പേരെ കണ്ടെന്ന് ആ ബിൽഡിംഗിന്റെ ഓണർ, അതായത് മാമിയുടെ സുഹൃത്ത്, പോലീസിൽ പരാതി കൊടുത്ത്. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ വന്നിട്ട് ആ CCTV ഒന്ന് പരിശോധിക്കണം, ആ ഭാഗത്തുള്ള CCTV പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അതിന് തയ്യാറായില്ല. പോലീസ് 2 ദിവസം കഴിഞ്ഞാൽ അവിടെ പോയത്. അന്ന് പോലീസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കടൽക്കാറ്റ് അതാണ് കുടുംബത്തിനോട് പറഞ്ഞത്. കടൽക്കാറ്റ് വന്നിട്ട് ആ CCTVയുടെ എന്തോ തകരാറ് സംഭവിച്ചെന്നൊക്കെ പോലീസ് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇത്രയും സംവിധാനങ്ങളുള്ള പോലീസിന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു വീഴ്ച സംഭവിച്ചാൽ നമ്മൾ ആരോടാ നീതിക്ക് വേണ്ടി ചോദിക്കുക? ഇത് സത്യത്തിൽ നിങ്ങൾ ചോദിച്ച ആദ്യഘട്ടത്തിൽ ഈ കേസിന് ഉപകാരപ്പെടുന്ന പല തെളിവുകളും ശേഖരിക്കാതെ ഇത് വഴിമാറ്റാൻ വേണ്ടിയിട്ട് ഏതൊരു ബാഹ്യശക്തികൾ ശ്രമിച്ചു. അതിൽ പോലീസും കൂടി ഭാഗമായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. ഈ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ പറഞ്ഞും പ്രചാരണം പുറത്തു നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് 2 ഭാര്യയല്ലുണ്ട്, 4 ഭാര്യമാരുണ്ട്. 4 ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്. എല്ലാവരും സുഖമായിട്ട് തന്നെയാണ്. അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിൽ ഐക്യമില്ല എന്ന് വരുത്തി തീർക്കാതെ കുറെ ആളുകൾ. അത് എല്ലാ കുടുംബങ്ങളും ഇപ്പം ഇവിടെ ഉള്ള എത്ര കുടുംബങ്ങളുണ്ട് നമുക്ക് കണക്കെടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ കുടുംബങ്ങളൊക്കെ പല സമയങ്ങളിലായിട്ട് ഈ സമരത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇറങ്ങിത്തിരിച്ച് ആ ബാഹ്യശക്തി ഇതിലൊക്കെ ഇടപെടുന്നുണ്ട്. അത് കുടുംബം സ്പ്ലിറ്റാണ് നോക്കിയിട്ട്. ഇങ്ങനൊന്നല്ല ഇവർക്ക് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം സഹോദരനെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്, ബ്രദേഴ്സിനെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്, സഹോദരിയെ തെറ്റിക്കാൻ നോക്കിയിട്ട് ഇവർ ചെയ്ത പണി ആദ്യം അതൊക്കെയാണ്. പിന്നെ ഇപ്പൊ ആക്ഷൻ കമ്മിറ്റിനെ തമ്മിൽ തന്നെ തെറ്റിക്കാൻ പല കളി ഇവർ കളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാമിയെ കണ്ടെത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. എല്ലാ ശ്രമവും അവർ നടത്തുന്നുണ്ട്. ഈ നേരത്തെ ഈ കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി കുറച്ച് ആളുകൾ ചേർന്നിട്ട് പണം നൽകി എന്നൊക്കെ പറഞ്ഞൊരു അലിഗേഷൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നില്ലേ? അത് ഓൾറെഡി പോലീസ് അതിലെ സ്ഥിരീകരണം പോലീസിനെ പറഞ്ഞല്ലോ, അങ്ങനെ നടന്നിട്ടില്ല. കുടുംബത്തിനെ ചോദ്യം ചെയ്തു, പോലീസിനെ പറഞ്ഞ കാര്യം അങ്ങനെ നടന്നിട്ടില്ല. ഇതൊക്കെ സംബന്ധം നമുക്ക് ഇതൊക്കെ തന്നെ ഞങ്ങൾ പല സ്ഥലത്ത് എല്ലാ ഓഫീസിൽ ഇറങ്ങിയ സമയത്തും ഞങ്ങൾ കേട്ട ചോദ്യങ്ങളാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്തിരുന്നല്ലോ. അതിന് നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പോലീസിൽ ഇപ്പോഴും വിശ്വാസം തന്നെയാണ്. കേരള പോലീസിൽ വിശ്വാസം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മളൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ അടുത്ത ദിവസം കാണാതെ കുട്ടിയെ കണ്ടുപിടിച്ചില്ല കേരള പോലീസ്. ഇവിടെ ഏത് കേസാണ്? നമ്മൾ ടൗണിൽ, ഇപ്പൊ നമ്മളെല്ലാവരും കോഴിക്കോട് പട്ടണത്തിലെ ആൾക്കാരാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ആ ട്രെയിൻ ഇറങ്ങിയ സ്ത്രീയുടെ മാല മോഷ്ടിച്ച മോഷ്ടാവിനെ സമയത്തിനുള്ളിൽ തന്നെ കണ്ടുപിടിച്ചു. നമ്മുടെ രാമനാട്ടുകരയുള്ള നമ്മുടെ ജ്വല്ലറി ഒരു ഗൂഗിൾ പേ നമ്പർ, അതായത് പിക്കാസ് വാങ്ങിയ ഗൂഗിൾ പേ നമ്പർ ഉപയോഗിച്ചിട്ടല്ലേ വാങ്ങിയത്, അത് കണ്ടുപിടിച്ചത്. അങ്ങനെ പല കേസുകൾ. ഏത് കേസ് അവിടെ കാണാത്തത്? എല്ലാ കേസുകളും പോലീസ് കണ്ടത്. പക്ഷെ ഈ കേസിൽ മാത്രം പോലീസിന് സംഭവിച്ചത്.
ഒരു കുട്ടിയെ കാണാതായി കഴിഞ്ഞാൽ തന്നെ ദിവസങ്ങൾ സമയത്തിനുള്ളിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാ സംവിധാനമുള്ള ടെലഫോൺ ഉപയോഗിക്കുന്ന ആൾ, ചെറിയ കുട്ടികളൊന്നും ടെലഫോൺ ഉപയോഗിക്കില്ലല്ലോ, ഇദ്ദേഹം ടെലഫോൺ ഉപയോഗിക്കുന്ന ആളാണ്, ഒരു വ്യാപാര പ്രമുഖനാണ്. ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ പറ്റില്ല, അത് പോലീസിന്റെ ഒരു വീഴ്ചയാണല്ലേ. ഇപ്പോഴും ഞങ്ങള് ശശിധരൻ സാറിനെ മീറ്റ് ചെയ്തിരുന്നു. സാറ് കേസ് പഠിക്കട്ടെ അന്ന് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതിന്റെ മീറ്റിംഗ് ഒക്കെ നടന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചില സ്ഥലമാറ്റങ്ങൾ ലോക്സഭാ ഇലക്ഷനായി ബന്ധപ്പെട്ടിട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ പിന്നെ SHOനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി, തിരിച്ച് അവിടെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ടുവരിക, എന്നിട്ട് മറ്റുള്ള ആ സമയത്തുള്ള ഒരു പോലീസ് SHOമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അതത് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിച്ചില്ല, അയാളെ മാത്രം എത്തിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പരാതി കൊടുക്കുക. പരാതി ഉന്നത തലങ്ങളിൽ, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ജനപ്രതിനിധികൾക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇതിന് മെഡിക്കൽ കോളേജിൽ അന്നത്തെ CIനെ നടക്കാവിൽ കൊണ്ടു. എന്നിട്ട് വീണ്ടും ഈ അന്വേഷണ ടീമിലും അദ്ദേഹം ഉണ്ട്. അപ്പം അദ്ദേഹം ഞങ്ങൾ മുമ്പ് കേട്ടത്, ഈ ഞങ്ങൾ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മികച്ചൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ റിപ്പോർട്ട് മികച്ചൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പിന്നെ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്, അന്വേഷിക്കുന്ന കാര്യത്തിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ആളാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് കേസ് തെളിയിക്കുന്ന കാര്യത്തിൽ നല്ല ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞങ്ങളുടെ ഒരു കുറെ ഈ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ശക്തമായിട്ട് പറയുന്നതാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിലെ പോലീസ് കമ്മീഷണർ ടീം ഇപ്പൊ തന്നെ രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ ആളുകളൊക്കെ ഉള്ള, മികച്ച അന്വേഷണത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ ആളുകളൊക്കെ ഉള്ള ടീമായിരുന്നു. അവരെ മാറ്റിയിട്ടാണ് പുതിയ ടീം വന്നത്. അപ്പൊ എന്താന്ന് മനസ്സിലാവുന്നില്ല. ഒരു വർഷമായിട്ട് പോലും ഒരു മനുഷ്യനെ കാണാതായി കോഴിക്കോട് പട്ടണത്തിൽ. നമുക്കൊരു സാംസ്കാരികമുണ്ട്, നമുക്കൊരു പൈതൃകമുണ്ട്. കോഴിക്കോട്ടുകാർ എപ്പോഴും അന്യോന്യം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. കോഴിക്കോട് ഈ മാഫിയ കടന്നു കയറ്റത്തൊന്നും കോഴിക്കോട്ടുകാർ സമ്മതിക്കാത്തൊരു കാര്യം. ഇപ്പൊ ചില കാലങ്ങളിലായിട്ട് ഇവിടെ സംശയിക്കട്ടെ, പോലീസ് അന്വേഷിക്കുന്ന കാര്യമാണ്, ചില സംശയങ്ങളുണ്ട് ഇവിടെ ഇങ്ങനത്തെ കടന്നു കയറ്റുണ്ടോ. കാരണം ഇവിടെയൊന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പ്രവർത്തിക്കാത്തൊരു സ്ഥലമല്ലേ. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നല്ലേ, റിയൽ എസ്റ്റേറ്റിനുള്ളിൽ തന്നെ കുടിപ്പടകലും മറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ അങ്ങനെ സംവിധാനം ഒരു പ്രശ്നമില്ലാത്തൊരു നാടായിരുന്നു. ഇവിടെ ഏത് ചെറിയ ആൾക്ക് റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആൾക്കും വലിയ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾക്കും ഒരേ പരിഗണന കിട്ടി ജീവിച്ചു പോകുന്ന നാടാണ് ഇന്ന് കോഴിക്കോട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ദിവസങ്ങൾ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഇവർ റിപ്പോർട്ട് കൊടുക്കട്ടെ, ഞങ്ങൾക്കിത് പറ്റുന്നില്ല, ക്രൈംബ്രാഞ്ചോ അതല്ലെങ്കിൽ CBIയോ അന്വേഷിക്കട്ടെ. പിന്നെ ഞങ്ങൾക്കന്ന് CM പറഞ്ഞിരുന്നു, ഞങ്ങളോട് കുടുംബത്തിനോടാ പറഞ്ഞത്, ഈ ക്രൈംബ്രാഞ്ചിന് നോക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ എല്ലാവർക്കും ഈ നഗരത്തിന് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്കറിയാം, ഏതൊരു സാധാരണക്കാരനും സാമ്പത്തികമായിട്ടൊക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏതൊരു പാവപ്പെട്ടവന്റെ കല്യാണത്തിനും മറ്റൊക്കെ ആയിട്ട് വളരെ നിസ്വാർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ ഉദാരമായ സംഭാവനകളൊക്കെ പലരും വാങ്ങിക്കൊടുക്കാറും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 21 നമുക്കറിയാം, നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ CDA ടവറിന്ന് വൈകുന്നേരം അദ്ദേഹം മഗ്‌രിബ് നമസ്കരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ അപ്രതീക്ഷിതമായത്. പിന്നെ അദ്ദേഹത്തിന്റെ രണ്ട് ഫോണും അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാത്തൊരു വല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പലരും വളരെ ആശങ്കാകുലരാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഫാമിലി. ഇതിന്റെ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി, മറ്റുള്ള പ്രതിപക്ഷ നേതാവിനെ കണ്ടു, മറ്റെല്ലാ മേഖലയിലും എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇതിലോട് സ്വാധീനം മറ്റു കാര്യങ്ങളും ചെലുത്താൻ പറ്റും, അതൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റി ചെലുത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ സമരം ഘട്ടമായിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ഇതിന്റെ വിജയം വരെ ആണ് ആക്ഷൻ കമ്മിറ്റി ഇതിന് ഈ സമരം നിർത്താതെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവ്വ രാഷ്ട്രീയ കക്ഷികളും അതേപോലെ തന്നെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതിനു വേണ്ടി ആക്ഷൻ കമ്മിറ്റിക്ക് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, വളരെ പേരും പ്രശസ്തിയുള്ളതാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ. പക്ഷെ ഇപ്പൊ ഇന്നലെയൊക്കെ നടന്ന ഓരോ സംഭവം നമുക്ക് പത്രദ്വാര വായിക്കുമ്പോൾ പെട്ടെന്ന് അന്വേഷണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷെ ഇത്രയും ഒരു വർഷമായിട്ടും എന്താണ് മാമിക്കയുടെ വിവരമെന്നാണ് ഞങ്ങളൊക്കെ വളരെ ആകാംക്ഷയോട് ഓരോ ദിവസവും നമ്മൾ ഇന്ന് കാണും, നാളെ കാണും, അദ്ദേഹത്തെ കണ്ടുകിട്ടും, അദ്ദേഹത്തെ ജീവനോട് തന്നെ അദ്ദേഹം കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. കാരണം അത്രയും നല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതൊരാൾക്കും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, ഡിപ്പാർട്ട്മെന്റ് എന്ത് വന്നാലും പെട്ടെന്ന് തന്നെ അന്വേഷണം കണ്ടുപിടിച്ച്
സത്യസന്ധമായിട്ട് തന്നെ നമുക്ക് അതിന് ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സമരം ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇതിനോട് എല്ലാ ആളുകളുടെയും പിന്തുണയാണ് ഈ സമരത്തിന് നമുക്ക് ആവശ്യം. അപ്പോൾ ശക്തമായിട്ട് ഇതിന്റെ അന്വേഷണം നടക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയ്ക്ക് എല്ലാവർക്കും സാധിക്കും. ഈ ആക്ഷൻ കമ്മിറ്റിയുമായിട്ട് വളരെ സജീവമായിട്ട് ഞാനടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചു വരികയാണ്.